വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടമാണ് യേശു ക്രിസ്തുവിൻ്റെ സഭ. ഇന്ന് ഭൂമിയിൽ വിശ്വാസത്താൽ ജീവിക്കാൻ ദൈവം ഈ കൂട്ടത്തെ വിളിച്ചിരിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന വാക്ക് ദൈവം പറയണേ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇസ്രായേൽ മക്കളുടെ യാത്ര മുഴുവനും അവരുടെ ജീവിതം വിശ്വാസത്താലാണ്. അവർ വിതച്ചില്ല, കൊയ്തില്ല. മരുഭൂമി യാത്രയിൽ ഓരോ ദിവസവും രാവിലെ അവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ, കൂടാരത്തിൽ നിന്ന് വെളിയിൽ വന്ന് നോക്കുമ്പോൾ അവർക്ക് കഴിക്കാനുള്ളത് അവരുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ വീണ് കിടപ്പുണ്ട്. അവർ ജീവിച്ചത് വിശ്വാസത്താലാണ്. നീണ്ട 40 വർഷം അവർ ഒന്നും ചെയ്തില്ല, വിതച്ചില്ല, കൊയ്തില്ല. അതാണ് അവരുടെ ജീവിത ചരിത്രം. അവർക്ക് വേണ്ടത്, അവരെ അനുഗമിച്ച പാറയിൽ നിന്ന് അവർ കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. അവർ ജീവിച്ചത് വിശ്വാസത്താലാണ്. രാത്രി അഗ്നിസ്തംഭത്തിൽ ദൈവം അവരെ വഴി നടത്തിയെന്ന് വായിക്കുന്നു. എന്താണ്? രാത്രി അവർക്ക് വെളിച്ചവും വേണം, അപ്പോൾ തന്നെ രാത്രി അവർക്ക് കൊടും തണുപ്പിൽ നിന്ന് സംരക്ഷണവും വേണം. ഇതിന് രണ്ടിനും അഗ്നിസ്തംഭം അവരുടെ നടുവിലുണ്ടായി. ഒരൊറ്റ അഗ്നിത്തൂണ്. ആ അഗ്നിത്തൂണിൽ നിന്ന് വന്ന പ്രകാശം 30-32 ലക്ഷം ജനങ്ങൾക്ക് കുളിരുമാറാൻ വേണ്ട ചൂടായി മാറി. അപ്പോൾ ഈ അഗ്നിസ്തംഭത്തിന് ചുറ്റും അതിനകത്ത് അവർ നിൽക്കുമ്പോൾ അവർ സുരക്ഷിതരാണ്. ഈ അഗ്നിസ്തംഭം ഉള്ള സ്ഥലത്ത് നിന്ന് ദൂരേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണം ലഭിക്കില്ല. ഇതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴെ നമ്മൾ സുരക്ഷിതരാണ്. നമുക്ക് വേണ്ട വെളിച്ചമുണ്ട്. ആ ഇരുട്ടുള്ള ആ നാട്ടിൽ ഒരാൾ പോലും വിളക്ക് കത്തിക്കുന്നില്ല. ആ വഴിയിൽ ആരുടെയും വീട്ടിൽ അവർ വിളക്ക് കത്തിക്കുന്നില്ല. ഈ ഒരൊറ്റ അഗ്നിസ്തംഭം 30-32 ലക്ഷം കുടുംബങ്ങളുടെ കൂടാരത്തിനകത്ത് പ്രകാശം കൊടുക്കുകയാണ്. ആരും വിളക്ക് കത്തിക്കേണ്ടി വരുന്നില്ല, ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. 40 വർഷം. എത്ര വലിയ അത്ഭുതമാണ്! മാത്രമല്ല അവർക്ക് വേണ്ട ചൂട് ഈ വെളിച്ചം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് ഇസ്രായേൽ മക്കൾ കാണുകയാണ്. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച മോശയുടെ പുറകെ വന്ന ഇവർ എല്ലാം വിശ്വാസ വീരരായിട്ടല്ല, പിറുപിറുക്കുന്നവരും പിന്മാറ്റക്കാരും ദൈവത്തോട് ദോഷം ചെയ്യുന്നവരൊക്കെ ആയിട്ടും ദൈവം അവർക്ക് അവരുടെ വെളിച്ചത്തെ മുടക്കിക്കളഞ്ഞില്ല. എങ്കിൽ കർത്താവിലേക്ക് നോക്കുന്നവരുടെ കാര്യമോ, കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ കാര്യമോ അവർക്ക് ദൈവം ഇരുട്ടിൽ വെളിച്ചം കൊടുക്കാതിരിക്കുമോ? അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാതിരിക്കുമോ? പകൽ മേഘസ്തംഭം അവർക്ക് തൂണായിരുന്നു. അതായത് സൂര്യൻ്റെ വലിയ ചൂട് ഈ മരുഭൂമിയിലോട്ട് അടിച്ചാൽ ഇവർക്ക് അവിടെ താങ്ങാൻ കഴിയില്ല. ഇവരെല്ലാം ഈ ചൂടിൽ മരിച്ചു പോകാം. എന്നാൽ 40 വർഷം സൂര്യൻ്റെ ആ വലിയ ചൂടിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയത് സൂര്യനും ഇവർക്ക് ഇടയിൽ ഒരു മേഘത്തൂണുണ്ടായിരുന്നു. ആ ഏരിയ വിട്ടു പോയാൽ മുഴുവനും ചൂടിൻ്റെ സ്ഥലമാണ്. എന്നാൽ ഇവരുള്ള സ്ഥലം എയർ കണ്ടീഷൻ, പകലും രാത്രിയും എയർ കണ്ടീഷൻ. അതായിരുന്നു അവരുടെ ജീവിതം. അതായത് ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് കൊടുത്തതല്ല. കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു സംവിധാനം വേണമെന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ പോലും അവർക്കറിയില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മറുപടിയല്ല ദൈവം തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല. ദൈവം അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാം നമുക്ക് ആവശ്യമെന്ന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന് യേശു പഠിപ്പിച്ചു. ഇതൊക്കെയും നമുക്ക് ആവശ്യം. നമ്മുടെ എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം, നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം. 40 വർഷം അവർക്കൊന്നിനും കുറവില്ല. നാം കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണ്ട.
വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയും. എൻ്റെ ദൈവം എന്നെ നടത്തും. അതുകൊണ്ട് നെഗറ്റീവ് വാക്കുകളൊക്കെ പറയൽ അങ്ങോട്ട് നിർത്തും. വിശ്വാസം പറ, അത് തന്നെ സംഭവിക്കട്ടെ, ഇന്ന് മുതൽ സംഭവിക്കട്ടെ. ഈ നല്ല യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. You unravel me with a melody. You surround me with a song of deliverance from my enemies, till all my fears are gone. I'm no longer a slave to fear. I am a child of God. I'm no longer a slave to fear. I am a child of God. From my mother's womb, you have chosen me. Your love has called my name. I've been born again into your family. Your blood flows through my veins. From my mother's womb, from my mother's womb, you have chosen me. Your love has called my name. I've been born again into your family. Your blood flows through my veins. I'm no longer a slave to fear. I am a child of God. I'm no longer a slave to fear. I am a child of God. I am surrounded by the arms of my Father. I am surrounded. The songs of deliverance, we've been liberated from our bondage. We're the sons and daughters. Let us sing our freedom. Oh, 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 you split the sea so I could walk right through it. My feet are drowning in perfect love. You rescued me so I can sin and say I am a child of God. You split the sea so I could walk right through it.
drown in perfect love. You rescued me so I can stand and say, I am a child of God. Yes, I am. I am a child of God. I am a child. Yes, I am a child of God. I am a child of God. I'm no longer a slave to fear. I am a child of God. I'm no longer a slave to fear. I am a child of God. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. 28-ാം വാക്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ ജനം യേശുവിനോട് ചോദിച്ചു. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങൾക്ക് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണം, അതിന് ഏതെല്ലാം പ്രവൃത്തി ചെയ്യണം? യേശു പറഞ്ഞു, നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്യണ്ട. അടുത്ത വാക്യം എങ്ങനെയാണ്? യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറയും. പ്രവർത്തികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയവരാണ് ഇസ്രായേൽ മക്കൾ. അവരവിടെ പരാജയപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ജീവിതത്തിൽ സത്യം കണ്ടെത്തി, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തി, ജീവിതത്തിൽ വിജയം കണ്ടെത്തി. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? ദൈവം ഈ ഭൂമിയിലേക്ക് വിശുദ്ധീകരിച്ചയച്ച കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. only believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യായിറോസിനോട് കർത്താവ് പറയുന്നുണ്ട്, കുഞ്ഞു മരിച്ചിട്ട് വളരെ വിഷമത്തോടെ താൻ പോകുമ്പോൾ ഒപ്പം യേശുവും കൂടെയുണ്ട്. ആ യായിറോസിന്റെ വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞു, ബാല മരിച്ചുപോയി, ഗുരുവിനെ പറഞ്ഞു വിട്ടേക്ക്, ഇനി ഗുരുവിനൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു യായിറോസിനോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വെറുതെ വിശ്വസിക്കുക. മർക്കോസിന്റെ സുവിശേഷം 4 നമുക്കത് കാണാം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. യായിറോസിനോട് പറഞ്ഞു, നീ എന്നിൽ വിശ്വസിച്ചാൽ മതി. അങ്ങനെ യായിറോസ് യേശുവിനെ വിശ്വസിച്ചു, യേശുവുമായി കടന്നുപോയി. യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലും അവൻ്റെ വിശ്വാസമാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞു, ഗുരുവിനെ പറഞ്ഞു വിട്ടേക്ക്. ഇല്ല, ഞാനും യേശുവുമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കാൻ പോവുകയാണ്. യേശു വീട്ടിൽ വന്നു. ആ വീട്ടിൽ അവിശ്വാസത്താൽ കരയുന്നവരെല്ലാം പുറത്താക്കി. അവർ അവിശ്വാസത്താലാണെന്നും പറയാൻ പറ്റില്ല. അതൊരു ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. എന്താണ്? മരിച്ചാൽ കരയണം, പോയല്ലോ. എന്നാൽ യേശു അതിനെ തിരുത്തിയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ, മാർത്തയോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. യേശുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റും. അതിനൊരു പുതിയ പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ നോക്കണ്ട. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക.
ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ആവർത്തിച്ച് പറയാനുള്ളത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ലൂക്കോസ് 18 നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? യേശു അപ്പോൾ ഈ രണ്ടാമത് വരാൻ പോകുന്നത് എന്തിനാണ്? വിശ്വസിക്കുന്നവരെ കാണാനാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവിടെ ഞാനുണ്ട്. അതായത് വിശ്വാസത്താൽ കൂടി വരുന്നവരുടെ നടുവിൽ യേശു ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല. വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. വിശ്വാസമാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കണം. യേശു എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കി എന്ന് ഞാൻ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും യേശു എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് ഞാൻ വിശ്വസിക്കണം. 1-2 തെറ്റ് പറ്റിയപ്പോൾ തള്ളിക്കളഞ്ഞില്ല, അവൻ എന്നെ വീണ്ടും ചേർത്തു. പത്രോസ് തെറ്റുപറ്റി ഏറ്റൊടുവിൽ പിന്മാറ്റത്തിൽ പോയിട്ടും 21 യോഹന്നാൻ 21 യേശു അവരെ കാത്ത്, പിന്മാറിപ്പോയവരെ കാത്ത്, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് അവരെ വീണ്ടും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് കാണാം. പിന്മാറിപ്പോയാലും വിടാത്ത യേശു. ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും അവിശ്വാസവും അവിശ്വാസമെന്ന ദുഷ്ടഹൃദയവും ഉണ്ടായിട്ടും കൈവിടാത്ത യേശു വീണ്ടും അവരുടെ നടുവിൽ വരുന്നു. തോമസ് അവിടെ ഇല്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് അവരുടെ നടുവിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ വിലാപ്പുറത്ത് വിരലിട്ട അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവ് വീണ്ടും ഇറങ്ങി വന്നു, തോമസേ, നിന്റെ വിരൽ നീട്ടി എൻ്റെ വിലാപ്പുറത്തേക്ക് ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഉടനെ തോമസ്, എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. യേശു അവരെയെല്ലാം വിശ്വാസത്തിൽ പണിയുകയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം 500-ലധികം പേർക്ക് 40 ദിവസം പ്രത്യക്ഷനായിട്ട്, ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ മരണത്തിൽ നിന്ന് പുറത്തു വന്നു, നിങ്ങൾ വിശ്വസിക്കുക. അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടി കർത്താവ് ഉറപ്പിക്കുന്നു. വേദപുസ്തകം മുഴുവനും വിശ്വാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്നു. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം. അതാണ് നമ്മൾ വായിച്ചത്. അതായത് യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. അപ്പോൾ വിശ്വസിക്കുന്നവർക്കൊരു പ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെയെന്ന് യാക്കോബ് 2:14 മുതൽ വായിക്കുമ്പോൾ കാണാം. അപ്പോൾ ഒരു കർമ്മത്തിനൊരു പ്രവൃത്തിയുണ്ട്. എന്നാൽ യേശു പറയുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ദൈവം അയച്ചവനിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകളുണ്ടാകും, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുമുണ്ട്. ഇപ്പൊ വിശ്വസിക്കുന്നവർക്ക് പ്രവൃത്തിയില്ലെന്നല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും. എൻ്റെ വിശ്വാസത്തിനൊരു പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാൻ വരുന്നത്. 2-3 പേർ കൂടുമ്പോൾ ഞങ്ങൾ ഒരു ചർച്ചിലല്ല വരുന്നത്, ഞങ്ങൾ യേശുവിൻ്റെ അടുക്കലാണ് വരുന്നത്. ഞങ്ങൾക്ക് കെട്ടിടമല്ല വിഷയം, ഞങ്ങൾക്ക് കർത്താവാണ് വിഷയം. ഞങ്ങൾ ഐക്യമെത്തിയപ്പെടുമ്പോൾ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നടുവിലുണ്ട്. ഞങ്ങളൊരു സ്റ്റെപ്പ് കർത്താവിൻ്റെ നാമത്തിൽ വെക്കുമ്പോൾ കർത്താവ് അവിടെ കരം ചലിപ്പിക്കും. അതാണ് അപ്പോസ്തല പ്രവൃത്തി. മാത്രമല്ല മർക്കോസിൻ്റെ സുവിശേഷം, എല്ലാ സുവിശേഷങ്ങളിലും ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മർക്കോസ് 16:16 മുതൽ വായിക്കുമ്പോൾ കാണാം.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? വിശ്വസിച്ചെങ്കിൽ ചിലത് പ്രാപിച്ചിരിക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് ചിലത് ഉണ്ടായിരിക്കണം, അവർ നേടിയിരിക്കണം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടുവോ? വിശ്വാസത്തിൽ പ്രാപിക്കാനുണ്ട്, വിശ്വാസത്തിൽ ചെയ്യാനുണ്ട്. വിശ്വാസത്തിൽ വടി നീട്ടണം, വിശ്വാസത്താൽ ചുവടുകൾ വയ്ക്കണം. അവിടെയെല്ലാം വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ മാർഗം, ദൈവപുത്രനിൽ വിശ്വസിക്കുക. ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു. അവൻ എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി അടികൾ കൊണ്ടു. ഞാനത് വിശ്വസിക്കുന്നു. ആ രോഗങ്ങൾ എന്നിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ രോഗങ്ങൾ നമ്മെ വിട്ടുമാറും നമുക്ക് കാണാൻ കഴിയും. വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. യേശു അടികൾ കൊണ്ട് മുറിവുകളേറ്റത്, ഉഴുവുചാല് പോലെ കീറപ്പെട്ടത്, കണ്ടാൽ ആളല്ലാതെ വണ്ണം അവൻ വിരൂപനായത് എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഇപ്പോൾ എനിക്ക് ശിക്ഷയില്ല, എനിക്ക് സമാധാനമേ ഉള്ളൂ. ഇപ്പോഴെനിക്ക് രോഗമില്ല, സൗഖ്യമേ ഉള്ളൂ. എൻ്റെ ശാപം അവൻ ചുമന്നു, എനിക്കിപ്പോൾ ശാപമില്ല, അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുഗ്രഹത്തിൽ എന്തുണ്ട്? അനുഗ്രഹത്തിൽ ആരോഗ്യമുണ്ട്, ആത്മീക സമൃദ്ധിയുണ്ട്, കൃപാവരങ്ങളുണ്ട്, സ്വസ്ഥതയും സമാധാനവും ഉണ്ട്, സമ്പത്തുണ്ട്. ദൈവം ആദാമിനെ ഹവ്വയെ അനുഗ്രഹിച്ചെന്നാണ്. യേശു ക്രിസ്തു മുഖാന്തരം ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. അബ്രഹാമിന് ദൈവം കൊടുത്തത് അനുഗ്രഹമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഏലിയാസർ അബ്രഹാമിനെ കുറിച്ച് ലാബാനോടും ആ ലാബാന്റെ അപ്പനോടൊക്കെ പറയുന്നുണ്ട്. റിബേക്കയുടെ വീട്ടിൽ വെച്ച്, യഹോവയാം ദൈവം എൻ്റെ യജമാനനെ സകലത്തിലും അനുഗ്രഹിച്ച് സമ്പന്നനാക്കിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ ആ വ്യക്തിയെ എല്ലാ നിലയിലും ദൈവം അനുഗ്രഹിക്കും. വിശ്വാസത്താൽ മുന്നോട്ട് പോയ അബ്രഹാം അത് ദൈവ നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. 75-ാമത്തെ വയസ്സിൽ വിശ്വസിച്ചിറങ്ങി. ആരും ഇറങ്ങാത്ത അസാധ്യതകൾ മാത്രമുള്ള സമയത്ത് ദൈവം പറഞ്ഞത് കേട്ട് വചനം വിശ്വസിച്ച് ഒരു ദൈവത്തിൻ്റെ വാക്ക് കേട്ടിറങ്ങി. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതവും. ദൈവത്തിൻ്റെ വചനം കേട്ട് എടുത്ത് ചാടുകയാണ്. എൻ്റെ ദൈവം എന്നെ നടത്തും. ലോകം മുഴുവൻ എനിക്കെതിരായി തിരിഞ്ഞാലും എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ ഒരു പ്രതികൂലം എന്നെ തൊടുകയില്ല എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുക. എൻ്റെ കർത്താവ് എനിക്ക് തൊടാൻ ഞാൻ പേടിക്കില്ല. ഒരു മനുഷ്യൻ എന്നെ തൊടുകയില്ല. വിശ്വാസത്താൽ ജീവിക്കുക. രാത്രിയും പകലും എന്നെ കാക്കാൻ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഒരു ദുഷ്ടനും എന്നെ തൊടില്ല. ഞാൻ കർത്താവിലാണ്, കർത്താവ് എന്നിലാണ്, ഞാൻ കർത്താവിലാണ്. ഞാൻ കർത്താവിൻ്റെ മുന്തിരിവള്ളിയാകുന്ന കർത്താവിൻ്റെ കൊമ്പാണ്. എന്നിൽ നിറയെ ഫലങ്ങളുണ്ടാകും. ആർക്കുമില്ലാത്ത ഫലം എന്നിലുണ്ടാകും. വിശ്വാസത്താൽ പറയണം, വിശ്വാസത്താൽ ജീവിക്കണം. ഓരോ പ്രഭാതത്തിലും പറ, ഞാൻ വിശ്വാസിയാണ്, ഞാൻ കർത്താവിനെ വിശ്വസിക്കും. എനിക്കൊന്നും കാണണ്ട, എനിക്ക് യേശുവിനെ നേരിട്ട് കാണണ്ട, എനിക്ക് ദൂതന്മാരെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവനെ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പാണ് കർത്താവ് ഞങ്ങളെ കൈവിടില്ല. യേശു ഞങ്ങളെ ചേർക്കാൻ വരും. എന്ത് ഈ ഭൂമിയിൽ നടന്നാൽ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് മരണത്തെ പേടിയില്ല. മരിച്ചാൽ ഉടനെ ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ച അതേ ആത്മാവ് ഞങ്ങളുടെ മർത്തിയ ശരീരത്തെയും ഉയർപ്പിക്കും. ഞങ്ങൾക്ക് നാളെയെക്കുറിച്ചൊരു ഭാരവുമില്ല, പേടിയുമില്ല. അതിൻ്റെ പേരാണ് വിശ്വാസം. ഇത് കേൾക്കുന്നവരിന്ന് ബലപ്പെടുക, കൃപയിൽ ജ്വലിക്കുക. ദൈവത്തിന് പ്രസാദമുള്ളത് ദൈവപുത്രൻ്റെ അടുക്കൽ വന്ന് പുത്രനെ വിശ്വസിക്കുന്നതാണ്.
പുത്രനെ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുന്നവരുടെ മേൽ വിശ്വാസത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. അവിശ്വാസമെന്ന ദുഷ്ടഹൃദയത്തെ ഞാൻ യേശുവിൻ നാമത്തിൽ നിന്ന് അത് ശാസിച്ചു മാറ്റുന്നു. പല ഹൃദയങ്ങളും കഠിനപ്പെട്ട് വിശ്വസിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിലിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ഇന്നൊരു വിടുതലുണ്ടാകട്ടെ. കേട്ട വചനം ഉപകാരമായി പരിശുദ്ധാത്മാവ് ഇവരിൽ ക്രിയ ചെയ്യണമേ. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ നാളെയെക്കുറിച്ച് വിശ്വസിക്കാനുള്ള ശേഷിയുണ്ടാകും. ഏത് രോഗം സൗഖ്യമാക്കുന്ന യേശുവാണെന്ന് അവർ വിശ്വസിക്കണം. വീടിൻ്റെ അവസ്ഥ അടിമുടി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു എന്ന് ഈ മക്കൾ വിശ്വസിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണം. നിങ്ങൾ വിശ്വസിക്കണം. പ്രൈസ് ജനറേഷൻ്റെ ഈ മീഡിയ മിനിസ്ട്രിയെ നിങ്ങൾ കൈത്താങ്ങൽ കൊടുക്കണം. നിങ്ങളുടെ ഒരു കൈത്താങ്ങൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ പ്രോത്സാഹനമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.